ഈ ഒരു ലിക്വിഡ് മതി നമ്മുടെ മുഖം എന്നും തിളക്കത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ദിവസവും ഞങ്ങൾക്കിത് ചെയ്യാം. ഒരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഇല്ലാത്ത നല്ലൊരു സിറം. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സിറമാണ്. ഇത് നമുക്ക് ചില ദിവസങ്ങളിൽ നമുക്കൊരു പുറത്തെവിടെയെങ്കിലും പോകണം, ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോ ഉള്ള സമയത്ത് എന്ന് നല്ല ഒരു ഗ്ലോയോടുകൂടി ഇരിക്കണം മുഖം. അന്നത്തെ ദിവസം ആകെ കറുത്ത് കരുവാളിച്ച് ഒരു രസവും ഇല്ലാത്തൊരു അവസ്ഥയിലായിരിക്കും ഉണ്ടാവാറ്. ആ സമയത്ത് നമുക്ക് ഈ സാധനം എടുത്ത് നല്ലൊരു മസാജ് ചെയ്തിട്ട് അങ്ങനെ വിടുക. നമ്മൾ എപ്പോഴാണോ കുളിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പോ 10-20 മിനിറ്റ് മുമ്പൊക്കെ ഞങ്ങളിത് മസാജ് ചെയ്തിട്ട് അങ്ങനെ വിടുക. അതിന് ശേഷം കുളിക്കുമ്പോൾ കഴുകി കളയുക. മിനിമം ഒരു 20 മിനിറ്റെങ്കിലും മുഖത്ത് വെക്കണം കേട്ടോ. നല്ല മസാജ് കൊടുക്കുക, അങ്ങനെ വിടുക. 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കഴുകി കളയുക. നല്ല ഗ്ലോയോടുകൂടി ഇരിക്കും. നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താ നോക്കിയാലോ. അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടെന്നുണ്ട് വെച്ചാൽ എൻ്റെ പേര് ദീപ എന്നാണ്. നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് കുറച്ച് തേൻ എടുത്ത് വെച്ചിട്ട് നമുക്കൊരു 1/4 സ്പൂൺ തേനാണ് ആവശ്യം. ഇത് നമുക്ക് പെട്ടെന്ന് നമുക്ക് എവിടേക്കെങ്കിലും പോകുമ്പോൾ മുഖം ആകെ ഇരുണ്ട് ടാൻ അടിച്ച് എപ്പോഴും നമ്മുടെ മുഖം നല്ല തിളക്കത്തോടുകൂടിയോ ഗ്ലോയോടുകൂടിയോ ഇരിക്കുകയായിരിക്കും. പക്ഷേ എവിടേക്കെങ്കിലും പോകണമെന്ന് വിചാരിച്ച ദിവസം നമ്മുടെ മുഖത്തിന് ഒരു തിളക്കം ഉണ്ടാവില്ല. ആ സമയത്ത് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ് ഞാൻ കാണിച്ചു തരുന്നത്. അതേ അളവിൽ തന്നെ അലോവേര ജെല്ല് എടുക്കുക. 1/4 സ്പൂൺ അലോവേര ജെല്ല്, 1/4 സ്പൂണ് ഹണി. അതേ അളവിൽ തന്നെ നിങ്ങൾക്ക് കാച്ചിയ പാലോ കാച്ചാത്ത പാലോ എടുക്കുക. ഞാനിപ്പോൾ കാച്ചാത്ത പാലാണ് എടുക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്കിതിലേക്കൊരു 1/2 സ്പൂണോളം നമ്മുടെ പാലൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യം, ഞാൻ കസ്തൂരി മഞ്ഞളുടെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതും ഇതുപോലെ ഒരു 2 പിഞ്ച് മതി. ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്യുക. ഇത്രയും മതി. ഒരു 2 പിഞ്ച്, ഒരു പിഞ്ചല്ല 2 പിഞ്ച് എടുക്കുക. നല്ലപോലെ ഇത് 4 കൂടി മിക്സ് ചെയ്യുക. നമ്മുടെ തേനും അലോവേര ജെല്ലും പാലും മഞ്ഞൾപ്പൊടി. ഇനി നിങ്ങളുടെ അടുത്ത് കസ്തൂരി മഞ്ഞൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പച്ചമഞ്ഞൾ ഉണ്ടെച്ചാൽ ഉരച്ചിട്ട് നമ്മൾ കുറച്ച് ഇങ്ങനെ ഇതിൽ ചേർക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചോന്ന് പറഞ്ഞാൽ വീട്ടിൽ പൊടിച്ച പൊടിയാണെന്ന് വെച്ചാൽ നമുക്ക് അതെടുക്കാം. ഇനി മഞ്ഞൾ അലർജി ആണെന്നുള്ളത് വെച്ചാൽ നിങ്ങൾ മഞ്ഞളേ എടുക്കണ്ട, അല്ലാതെ തന്നെ ഇത് നല്ലൊരു ഗ്ലോ തരും. ഇതിനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് നല്ലപോലെ ഞാൻ മിക്സ് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾ കണ്ടുല്ലോ ഞാൻ എങ്ങനെ ഉണ്ടാക്കിയിരിക്കണം എന്നുള്ളത്. പാലിലാണ് ഉണ്ടാക്കിയിരിക്കണം. പാൽ എല്ലാവർക്കും പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് തൈര് എടുക്കാം. തൈര് പറ്റാത്തവരാണ്, ഓരോരുത്തർക്കും ഓരോ അലർജിയാണ്. റോസ് വാട്ടറിലാണെച്ചാലും ഇത് ചെയ്യുക. സ്കിന്നിന് നല്ലൊരു തിളക്കും ഗ്ലോയും ഒക്കെ നമുക്ക് പെട്ടെന്ന് നമുക്കിത് കിട്ടും കേട്ടോ. അത് ചെയ്യണ സമയത്ത് ഇത് നമുക്ക് ഉണ്ടാക്കിയിട്ട് ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം, കേട് വരില്ല. നമുക്കൊരു എന്താ പറയുക, ഒരു 2-3 ദിവസമൊക്കെ നമുക്കിത് അങ്ങനെ വെക്കാം. കാരണം തൈരാകുമ്പോൾ അത്ര പ്രോബ്ലം ഉണ്ടാവില്ല. പാലാവുമ്പോൾ നമുക്കൊരു 2-3 ദിവസമൊക്കെ എന്ന് നമുക്ക് എന്ത് സാധനം ഉണ്ടാക്കിയത് അന്ന് യൂസ് ചെയ്യണതാണ് നല്ലത്. പിന്നെ നമുക്ക് ഉണ്ടാക്കുമ്പോൾ എന്തായാലും കുറച്ച് കൂടുതലാവും. അല്ലെങ്കിൽ ടൈമില്ലാത്തവർക്ക് കുറച്ച് ഉണ്ടാക്കി വയ്ക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. നമുക്ക് അങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നമുക്കിത് ചെയ്യാൻ മടി ഉണ്ടാവില്ല. അല്ലച്ചാൽ നമുക്ക് ഇത് ഉണ്ടാക്കി പിന്നെ ചെയ്യാൻ മടിയാണ് നമുക്ക് മെയിനായിട്ടുള്ള പ്രശ്നം. നമ്മുടെ സ്കിന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. അതുമാതിരി ഇതിപ്പോൾ മഞ്ഞ കളർ മുഖത്ത് പിടിക്കുന്നുള്ള ടെൻഷനൊന്നും വേണ്ട. നമ്മൾ ആകെ 2 പിഞ്ചേ ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മഞ്ഞ കളർ മുഖത്തൊന്നും പിടിക്കില്ല. അപ്പോൾ ഞാനൊരു മസാജ് കൊടുക്കട്ടെ. 2 കയ്യിലും കൂടി ആക്കുക. അതിന് ശേഷം മുഖത്ത് നല്ലൊരു മസാജ് കൊടുക്കുക. എപ്പോൾ മസാജ് ചെയ്യുമ്പോഴും മേപ്പെട്ട് മസാജ് ചെയ്യുക. ഈ മസാജ് നമ്മൾ ചിലവർക്ക് ഓയിൽ മസാജ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഓയിൽ മുഖത്ത് തേക്കുമ്പോഴേക്കും മുഖക്കുരു വരണവരുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇത് വെച്ചിട്ടാണ് വെച്ചാലും ആ ഒരു ഓയിൽ മസാജിന് പകരം ഇത് ചെയ്യാം കേട്ടോ. ഇതിലൊരു വിറ്റാമിൻ ഇ ക്യാപ്സൂളും കൂടി പൊട്ടിച്ചൊഴിച്ചാൽ നല്ലതാണ്. എൻ്റെ അടുത്ത് ഇല്ലാത്ത കാരണമാണ്. നിങ്ങളുടെ അടുത്ത് ഉണ്ട് എന്ന് വെച്ചാൽ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സൂളും കൂടി നിങ്ങൾക്ക് ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം കേട്ടോ. സ്കിന്നിന് നമ്മൾ ചെയ്യുന്തോറും നല്ല അടിപൊളിയായിട്ട് ഗ്ലോ ആയി വരും. പിന്നെ സൺസ്ക്രീൻ തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കുക. പുറത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കാതെ ഇരിക്കുക. അത് വീട്ടിൽ ചെയ്യേണ്ടതാണ്. സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ടതാണ്. എല്ലാവർക്കും വീട്ടിലിരിക്കുമ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. പുറത്ത് പോകുമ്പോൾ തീർച്ചയായിട്ടും ചെയ്യണം. ഞാനിപ്പോൾ ഇത് മെല്ലെ തന്നെ ചെയ്യണത് കേട്ടോ മസാജ്. ഇതിൽ ഞങ്ങൾക്ക് ഞാൻ ഇതിൽ സ്പീഡ് കൂട്ടി കൊടുത്താണ്. വീഡിയോ ഭയങ്കരമായിട്ട് നീണ്ടു പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. നമ്മളിങ്ങനെ ഒരു മസാജ് കൊടുക്കുന്നതിലൂടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും. അതുപോലെ തന്നെ നമുക്ക് ഫൈൻ ലൈൻസ് റിങ്കിൾസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വരാതിരിക്കാൻ നമ്മളെ സഹായിക്കും. ഇപ്പോൾ തന്നെ കണ്ടു, മുഖത്തിന് നമ്മൾ മസാജ് കൊടുക്കും തോറും മുഖത്തിന് നല്ലൊരു ഗ്ലോ വന്നുകൊണ്ടിരിക്കും.
ഇപ്പോൾ നമ്മുടെ മുഖത്ത് മഞ്ഞ കളർ വല്ലതും ഉണ്ടോ? ഒരു മഞ്ഞ കളറും ഇല്ലല്ലോ. നമ്മൾ മസാജ് ചെയ്യുമ്പോൾ അത് പിന്നെയും നമുക്ക് മുഖത്തേക്ക് ഇത് വലിച്ചെടുക്കും തോറും നമ്മൾ പിന്നെയും ഈ സിറം നമ്മുടെ മുഖത്ത് തേച്ച് നമ്മൾ പിന്നെയും ഈ ഒരു മസാജ് കൊടുക്കുക. സ്കിന്ന് നല്ലപോലെ വലിച്ച് നമ്മൾ ചെയ്യണം. എന്നും ചെറുപ്പമായിരിക്കാനും മുഖം എന്നും തിളക്കത്തോടു കൂടിയും ഗ്ലോയോട് കൂടി ഇരിക്കാൻ എല്ലാവർക്കും ആഗ്രഹം തന്നെയാണ്. കമൻറ്റ് വരാറുണ്ട് കറുത്തവർക്ക് എന്താ കുഴപ്പമെന്ന്. കറുത്തവർക്ക് ഒരു കുഴപ്പമില്ല. കറുത്തവരാണെച്ചാലും വെളുത്തവരാണെച്ചാലും ഇരുനിറക്കാരാണെച്ചാലും മുഖം ഒന്നും ഗ്ലോയോട് കൂടി ഇരിക്കാൻ തന്നെ എല്ലാവരും ആഗ്രഹം. ഒരു ഹെൽത്തി, നമുക്ക് പാടുകളോ പിഗ്മെൻറ്റേഷനോ ഒന്നുമില്ലാതെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുക. എന്താ അങ്ങനെ ആഗ്രഹിക്കാത്തവരാരുമില്ല. കമൻറ്റ് അടിക്കണവർ വരെ ഇങ്ങനെ ആഗ്രഹിക്കണവരാണെന്നുള്ളത് എനിക്കറിയാം. പിന്നെ ഇത് നമ്മൾ ചെയ്യണമെന്നുണ്ടെന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു മസാജും കൂടി കിട്ടണം. മുഖം ഒന്ന് ചെറുപ്പമായും നമുക്ക് തിളക്കത്തോടു കൂടി ഇരിക്കാൻ നല്ലപോലെ സഹായിക്കുന്നതാണ് ഈ ഒരു മസാജ്. നിങ്ങൾ മസാജ് ചെയ്യണതിന് മുമ്പ് എൻ്റെ മുഖം കണ്ടിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ ചെയ്തപ്പോൾ കണ്ടു ആ ഒരു വ്യത്യാസം നിങ്ങൾക്കും കിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിതിങ്ങനെ വീണ്ടും കുറച്ചും കൂടി മുഖത്ത് തേച്ചിട്ട് ഒരു 20 മിനിറ്റ് ആകുമ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് മുഖത്തേക്ക് ഇത് മുഴുവൻ വലിച്ചെടുത്തിട്ടുണ്ടാവും. നമ്മുടെ മുഖത്ത് ഇതിപ്പോൾ ഇങ്ങനെ ഒരു എണ്ണമെഴുക്ക് പോലെയൊക്കെ കാണുന്നുണ്ടെങ്കിലും നിങ്ങളത് കുളിക്കുന്ന സമയത്ത് അതൊക്കെ പൊക്കോളൂ കേട്ടോ. അപ്പോൾ ഇതാ ബാക്കിയുള്ളത് ഞാനിപ്പോൾ ഇത് കണ്ണിൻ്റെ അടിയിലൊക്കെ തേച്ച് കൊടുക്കണം കേട്ടോ. കണ്ണിൻ്റെ അടിയിലൊക്കെ ഇത് നമുക്ക് ധൈര്യമായിട്ട് തേച്ച് കൊടുക്കുക. പാക്കുകൾ പോലെയല്ല ഈ സിറം. നമുക്കിത് കണ്ണിൻ്റെ അടിയിലൊക്കെ തേക്കാം, ചുണ്ടിൽ തേക്കാം, എല്ലാവിടെയും തേക്കാം. ഇത് നമുക്ക് എന്താ പറയുക കണ്ണിൻ്റെ അടിയിലെ ഡാർക്ക് സർക്കിൾ മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക ഈ പിഗ്മെൻറ്റേഷനും മുഖക്കുരു വന്ന പാടുകളൊക്കെ നമ്മുടെ മുഖത്തുണ്ട് വെച്ചാൽ നമ്മളിത് സ്ഥിരമായി തേക്കണം. ഒരു ദിവസം 2 ദിവസം ഒരാഴ്ച കൊണ്ടോ തേച്ചതുകൊണ്ട് ഈ പാടുകളൊന്നും പോവില്ല, തിളക്കം മുഖത്തുണ്ടാവും. അപ്പോൾ ആ ഒരു പാടുകളും കൂടി മാറി മുഖം തിളക്കത്തോടുകൂടി ഇരിക്കുമ്പോൾ അതൊരു പ്രത്യേക ഒരു സന്തോഷമാണല്ലോ നമുക്ക്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഡെയിലി ഉണ്ടാക്കി ഉപയോഗിക്കുക. നല്ല അടിപൊളിയാണ് കേട്ടോ. ഇത് നമുക്ക് കഴുത്തിലൊക്കെയും തേക്കാം. ബാക്കിയുള്ളത് നമുക്ക് കഴുത്തിലും കൂടി ഒരു മസാജ് കൊടുത്ത് അങ്ങനെ അങ്ങോട്ട് വിടാം. അപ്പോൾ ഇത്രയും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു കൊണ്ട് പറഞ്ഞാൽ ഓയിൽ മസാജ് ചെയ്യാൻ മടിയുള്ള ആൾക്കാർ ഇതൊന്ന് ചെയ്ത് നോക്കും. നിങ്ങൾക്ക് തേൻ എല്ലാ വീട്ടിലും ഉണ്ടാവും, മഞ്ഞപ്പൊടി ഉണ്ടാവും. മഞ്ഞപ്പൊടി ഇല്ലിച്ചാലും കുഴപ്പമില്ല. തൈര് എടുക്കണവർക്ക് തൈര് എടുക്കുക, പാലെടുക്കണവർക്ക് പാലെടുക്കുക. ഇത് രണ്ടുമാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി അത് ഒട്ടും ഇതൊന്നും പറ്റാത്തവർക്കാണ് ഞാൻ പറഞ്ഞു റോസ് വാട്ടർ എടുക്കാമെന്ന്. ഇത്രയും നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞു കൊണ്ട് പറഞ്ഞാൽ പാക്ക് ഉപയോഗിക്കാൻ മടിയുള്ള ആൾക്കാർക്കാണെച്ചാലും ഇത് ഉപയോഗിക്കുക. ഇത് നമുക്ക് നല്ല ഒരു സ്കിന്നിൻ്റെ ആ ഒരു ഗ്ലോ തിരിച്ച് നൽകാനും എല്ലാത്തിനും സഹായിക്കുന്നതാണ്. ഇത് ലിക്വിഡായിട്ട് നമുക്കൊരു കുപ്പിയിലാക്കിയിട്ട് എടുത്ത് വെച്ചാൽ മതി. ഇപ്പം എൻ്റെ കയ്യിലേക്കൊക്കെ ഒഴുകി വന്നതൊക്കെ ഞാൻ കയ്യിൽ തന്നെ ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ്. ഉണ്ടോ? ഇതിന് നമ്മൾ പ്രത്യേകിച്ച് ഓയിലോ കാര്യങ്ങളോ ഒന്നും തേച്ചിട്ടില്ല. ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ ആ ഓയിൽ പോലെയൊക്കെ തോന്നണം. എന്താ അറിയോ, പച്ചപ്പാലായതുകൊണ്ട് പാലിൻ്റെ ആ ഒരു ഇതും അതുപോലെ തന്നെ നമ്മുടെ തേന് ചേർത്തുണ്ടല്ലോ, തേനിൻ്റെയും കൂടി അതാണ് ഇതിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ ആ ഗ്ലോ നമ്മുടെ മുഖത്ത് തേന് ചേർക്കുമ്പോൾ എപ്പോഴും നമുക്ക് മുഖത്ത് നല്ല ഗ്ലോ ആയിരിക്കും. പാല് നമ്മുടെ സ്കിന്നൊന്ന് വൈറ്റനിങ്ങിന് സഹായിക്കുന്നതാണ്. മഞ്ഞപ്പൊടി അതുപോലെ പാടുകൾ മാറാനും നമുക്ക് മുഖം ഒന്ന് വെളുക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. അലോവേര ജെല്ല് നമ്മുടെ സ്കിൻ നല്ല തിളക്കത്തോടുകൂടിയും ഗ്ലോയോടുകൂടി ഇരിക്കാൻ നമ്മുടെ പച്ച നമ്മൾ വീട്ടിലുള്ള ഇതിൽ ചേർക്കണമെന്നുണ്ട് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെയും ചേർക്കാം. നമുക്ക് ഇതാ വാങ്ങിയതാകുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഇത് കിട്ടും കേട്ടോ. കയ്യിൽ ഞാൻ ആ ബാക്കിയുള്ളതൊന്ന് തേച്ച് മസാജ് ചെയ്തപ്പോഴേക്കും തന്നെ കയ്യിൽ കിട്ടിയ ആ ഒരു ഇത് കണ്ടു. ഇതുപോലെ തന്നെയാണ് നമുക്ക് മുഖത്ത് ചെയ്യുമ്പോഴും കിട്ടണത്. ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ വിടും കേട്ടോ. ഞാനിപ്പോൾ കുളിക്കുന്ന സമയത്ത് അത് കഴിക്കുള്ളൂ. നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് കമൻറ്റ് വഴി അറിയിക്കും കേട്ടോ.